ഫ്രൈ ചെയ്യുന്ന ഉറപ്പില്ല, ചിലപ്പോ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രതീക്ഷയില്ല ഈ കറി ഇങ്ങനെ ആവുന്നു. ഓ അവിടെ നന്ദു രണ്ടത് കൊടുത്തു നോക്കണു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നല്ല ഉറക്കം വരികയാണ് ഗൈസ്. രാവിലെ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തില്ല, ഇപ്പോൾ ഉച്ചയായി, ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കം വരെയുണ്ട്. ഇത്ര നേരം എഡിറ്റ് ചെയ്തായിരുന്നു പരിപാടി. ഈ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. നേരം വൈകിട്ടില്ല, നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ കുറേ നേരത്തെ എണീറ്റുണ്ട് ഇന്ന് രാവിലെ. പറയണേ കുറച്ച് കണ്ട് ക്ലിയർ ആവണില്ല. അല്ല, പറയണേ ക്ലിയർ ആവുന്നല്ല, ഞാൻ പറയണേ അങ്ങോട്ട് എന്താ പറയണ ഇടയ്ക്ക് ഇങ്ങനെ ബഗ്ഗായി പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, അതുകൂടെ നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. അത് എൻ്റെ ഒരു ഇതാണ്. ചോറെടുത്തിട്ട് റൂമിൽ വന്നേണ്ട. ചോറിന് എന്താ അറിയാം, കറിയുണ്ട്, പിന്നെ കുറച്ച് തൈര് വെച്ചിട്ടുണ്ട്, പിന്നെ കണ്ണിമാങ്ങേൻ്റെ അച്ചാറുണ്ട് കേട്ടോ. അതാ വീട്ടിലുണ്ടാക്കിയ കണ്ണിമാങ്ങേൻ്റെ അടിപൊളി അച്ചാറുണ്ട്. എൻ്റെ പുതിയ ഷർട്ട്, എൻ്റെ പുതിയ ടീഷർട്ട്, ഇത് ഞാൻ ഇന്നലെ രാത്രി വെറുതെ ഒന്ന് ഇട്ട് നോക്കിയാ, പിന്നെ ഞാൻ ഊരാൻ മറന്നു. ഇതില് ചളിയായ പിന്നെ എനിക്ക് വേറെ ഷർട്ട് ഉണ്ടാവില്ല, വേറെ ടീഷർട്ട് പറഞ്ഞാൽ വേറെ ഉണ്ടാവില്ല. വെള്ളം അടിച്ചിട്ടുണ്ട്, ആ വെള്ളം അധികം എടുക്കാൻ പറ്റില്ല. ഇതിൽ പിന്നെ കറയി പിന്നെ നാശമായി കഴിഞ്ഞാൽ നൂലെന്തെങ്കിലുമൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ടൗണിലേക്ക് എങ്ങോട്ട് ഇടാൻ പറ്റില്ല. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കറാക്കാതെ മെല്ലെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടേ മെല്ലെ എടുത്ത് വെക്കാം. ഇന്നലെ വെറുതെ ഇട്ട് നോക്കിയാൽ ഞാൻ ഊരിയൊക്കെ മറന്നുപോയി. അത് നോക്ക്, എന്ത് അടിപൊളി ഷർട്ടാണ്, അത് ഞാൻ മറന്നുപോയി ഊരിയേക്കാൻ. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എനിക്കിങ്ങനെ തോന്നുക, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിയണങ്ങാട്ടി പിന്നെ ഞാൻ എന്തായിരുന്നു ആലോചിച്ചത്, ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി ആലോചിച്ചെന്നില്ലേ. ഇപ്പോൾ ഉറക്കം കുറേ കുറഞ്ഞ് ഇപ്പം എനിക്ക് കുളിക്കാൻ തോന്നുക. എൻ്റെ തലയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിരിക്കണമെന്ന്. ടീഷർട്ടൊക്കെ മറ്റേ ചെസ് കളിക്കുന്ന ബോർഡില്ലേ, അതേപോലെ ആയിരിക്കും. പിന്നെ ഒക്കെ മുടക്കി വെച്ചിട്ടേ. ഓക്കെ ഓക്കെ, ചെറുതും കൂടി ഒന്ന് മുടക്കല്ലേ. ഓൾറൈറ്റ്. എത്ര നേരം ഇങ്ങനെ കണ്ണുറങ്ങുന്നതെന്ന് അറിയാം, ഉറക്കം വരുന്നില്ല. ഭയങ്കര ചൂട്, കണ്ണുറങ്ങുന്നതിട്ട് ഉറക്കം വരുന്നില്ല. ഇപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം 4 മണിയായിട്ടുണ്ട്, സമയം 4 മണിയായിട്ടുണ്ട്. ഇത്രയും നേരം ഉറക്കമില്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. 4 മണിയായിട്ട് സമയം. ഇപ്പം ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കാം കേട്ടോ. നന്ദു ഇപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നന്ദു ഇപ്പോൾ വരും, അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ മേടിക്കാൻ പോകണമെങ്കിൽ. ഇപ്പോൾ ചിക്കൻ മേടിക്കാൻ പോകാൻ വേണ്ടിയിരിക്കുക കേട്ടോ. നന്ദു വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛാ പൈസ എവിടെ? കടയിലോ? അവിടുത്തെ കടയിൽ പൈസ കൊടുത്ത് വെച്ചതല്ല, പറഞ്ഞിട്ടുണ്ടെന്ന്. പറഞ്ഞല്ല, അച്ഛൻ അയച്ചു കൊടുത്തേക്കണ്. അപ്പോൾ അവിടുന്ന് പൈസ മേടിച്ചിട്ട് വേണം പോണെങ്കിൽ. ഇപ്പോൾ അധികം തണുപ്പില്ല അല്ലേ? ഇപ്പം അധികം തണുപ്പില്ല. ഇത്ര ദിവസം വൈകുന്നേരം ഈ ഒരു സമയമൊക്കെ അധികം നല്ല തണുപ്പുണ്ടാവുമായിരുന്നു. ഷർട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഷർട്ടൊക്കെ ഇട്ട് നല്ല ഫോമിൽ ഇറങ്ങിപ്പോയി. പക്ഷേ ഞാൻ ചെരുപ്പിട്ടുണ്ടായില്ല. ഇങ്ങോട്ട് തോട്ടിക്കല്ല എൻ്റെ ഇങ്ങോട്ട്, അത്രേ ഉള്ളൂ. വൈകുന്നേരം ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് രസം അറിയാം, നല്ല തത്തിയും കിളി. നമ്മൾ 2-3 ദിവസമായിട്ട് നടക്കാൻ ഇറങ്ങിയില്ലല്ലോ. നടക്കാൻ പോയില്ലല്ലോ. ഇന്നലെ മിഞ്ഞാതെ എങ്ങോട്ട്? രാവിലെ അല്ലേ? പക്ഷെ ഇന്നലെ ഈ ഒരു സമയത്ത് ഇന്നലെ നടക്കാൻ പോയിട്ടില്ലല്ലോ. പക്ഷേ അത് നഷ്ടമായി പോയിട്ടോ. നല്ല കിളികളൊക്കെ ഉണ്ട് ഈ തെങ്ങിൻ തോട്ടത്തൊക്കെ. അതൊക്കെ നോക്ക്, തത്തിയൊക്കെ. ചാടിയല്ലേ കഴിക്കാതെ അത്. ഇപ്പം ഞങ്ങൾ ചിക്കൻ മേടിച്ച് വീട്ടിൽ പോയി കൊണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 6:30 കഴിയാനായി. വീട്ടിൽ പോയിട്ട് വിളക്കത്തിക്കാനുള്ള 7 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ എത്തണം, വിളക്കത്തിക്കണം. നീ ചിക്കൻ അടുക്കളയിൽ വെക്കൂലേ? റീലാക്കി ഇട്ടായി. ഞാൻ നേരെ കുളിച്ചിട്ടേ വിളക്കത്തിക്കട്ടെ. സമയം പോകുന്നു. വേഗം പോയാലും നമുക്ക് വേഗം വിളക്കത്തിക്കാം. വിളക്കത്തിച്ചില്ലെങ്കിൽ കഴിഞ്ഞ് അമ്മ ഒന്ന് നല്ല കേൾക്കും. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 7 മണി സമയം കഴിഞ്ഞ്. വിളക്കത്തിക്കലുണ്ടാവും തോന്നുന്നില്ല. ഞാൻ മാത്രമല്ല, കിങ്ങിണി അമ്മി വന്നപ്പോൾ തന്നെ ഫുള്ള് റോങ്ങിലാണ്. അമ്മയും കിങ്ങിണിയൊക്കെ ഫുള്ള് റോങ്ങില്. എന്താ അറിയില്ല. മെല്ലെ അടുക്കളയിൽ പോയിട്ട് മെല്ലെ പായസം കുടിച്ചിട്ട് അവിടേലേക്ക് കിടക്കുക. കിങ്ങിണി ഇതവിടെ, അമ്മ അപ്പുറത്തെ റൂമിൽ റോങ് അടിച്ച് കടന്നുറങ്ങിക്കൊണ്ട്. 7 മണി കഴിഞ്ഞില്ലേ, ഞാൻ വിളക്കത്തിക്കും. പായസം ഉണ്ടാക്കണേ, അത് മെല്ലെ കുടിച്ചിട്ടേ അവിടെ ഇവിടെയൊക്കെ മെല്ലെ ഇരിക്കുക. അമ്മ ഭയങ്കര ദേഷ്യത്തില്ല. ചിക്കൻ വെച്ച് ആ ചിക്കൻ വെക്കൂലെന്നൊക്കെ പറഞ്ഞു. ചിക്കൻ വെക്കാം.
നമുക്ക് ഫ്രൈ ചെയ്യാം, ചിക്കൻ ഫ്രൈ ചെയ്യാം നമുക്ക് വയ്യാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അടിപൊളിയായിട്ട്. ഇല്ല ഫ്രൈ ചെയ്യല്ലേ, ഗ്യാസ് ഉണ്ട്, അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യാം ചിക്കനൊക്കെ. എനിക്ക് കൊടുത്തോ, ഗ്ലാസ്സിലെടുത്തോ. ചിക്കൻ മേടിച്ചോണ്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണക്കധികം പറ്റിയില്ല. ഈ പായസം കുടിച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. എന്നിട്ട് അതും കൂടി ചോറ് കഴിച്ചിട്ട് വേഗം വ്ലോഗ് ക്ലോസ് ചെയ്യാം. നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം, രാവിലെ ഇറങ്ങണം കേട്ടോ അവിടുന്ന്. അതുകൊണ്ട് നേരത്തെ ഉറങ്ങേണ്ടി വരും. അത് മാത്രമല്ല 5 മണിക്ക് എണീക്കേണ്ടി വരും. ഇത്ര ദിവസം 6:30 ആയിരുന്നു എണീറ്റുകൊണ്ട് തന്നെ. ഇപ്പോൾ 5 മണിക്ക് എണീക്കേണ്ടി വരും. 5 മണിക്ക് എണീറ്റിട്ട് വല്ല ഫ്രഷ് ആയിട്ട് കുടിയോ വല്ല കഴിഞ്ഞിട്ടുണ്ടല്ലോ, നേരെ 5:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണ്. ഫ്രൈ ചെയ്യുന്ന ഉറപ്പില്ല, ചിലപ്പോൾ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ കറി വെക്കും. കറി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കറി വെക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. എന്ത് ചെയ്യാനെന്തോ രണ്ടും ആക്കാനോ. എനിക്ക് നേരത്തെ കിടക്കാൻ 4 മണിക്ക് 5 മണിക്ക് എണീക്കാറില്ല. കുറെ എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. വേഗം കറിയാക്കിയിട്ട് എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ വേഗം കറിയാക്കിയിട്ട് വേഗം ബ്ലോഗ് ക്ലോസ് ചെയ്യട്ടെ. ഞങ്ങളിതാ ചിക്കനൊക്കെ ഇവിടെ നല്ല എന്താ പറയാ, മുളക് പൊടിയല്ല മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഉള്ളി കാട്ടി കൊണ്ട് നിൽക്കാൻ, അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടണം, അത് കഴിഞ്ഞിട്ട് മുളക് ഇടണം, അത് കഴിഞ്ഞിട്ട് ചിക്കനും മസാല എല്ലാം ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കറിയൊക്കെ വെക്കുക. അല്ല അന്തു നല്ല പാചകമൊക്കെ ഉണ്ട്. പാചകമല്ല, നന്ദു ഇളക്കിക്കൊണ്ടൊക്കെ ഉണ്ട്. മുളകൊക്കെ കയറി വെച്ചേക്കണേ, അതൊക്കെ ഇപ്പം ഇടും. മോള് നല്ല ഫ്രഷ് ഇറച്ചി ഇഷ്ടം പോലെ കിട്ടി തിന്ന് ഇറച്ചിട്ട് വെക്കണോ. അമ്മീ ഇതാ വീണ്. അടിപൊളിയായിട്ട് ഉള്ളിയൊക്കെ വറക്കണ്ടി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് രണ്ടാക്കും പേടിയില്ല. നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ. എന്തോ കറി വെച്ചാലും മറ്റേ മസാല എന്തോ എല്ലാം ഇറങ്ങിയിട്ട് അതല്ലേ കറി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പഴത്തേക്കും എല്ലാവരും ഉറങ്ങിയിരിക്കും, അത്രയും നേരമാവും. പിന്നെ ചോറ് അത് മാത്രമല്ല ചോറോട് വെക്കാൻ വെച്ചിട്ട് ചോറില്ലാത്തോണ്ട് ചോറോട് വെച്ചിട്ട് ഇടക്ക് നീ അതെവിടെ കയ്യിലാട്ട്. ചോറൊക്കെ ഒക്കെ തെറിപ്പിച്ചിട്ട് കൊറേ വട്ടം ഞാൻ ഇതൊക്കെ നിലത്തൊക്കെ ചോറ് ചോറായോ എങ്ങനെയാണ് നോക്കുക. നെക്കി നോക്കുക. ഇനി കുറച്ചും കൂടി ആവണം കേട്ടോ. കയ്യിലെടുത്തില്ല ഇതുണ്ടോ, കൊല്ലം കൂടി ഞാൻ കണ്ട ആവൂലെന്ന്. ഇതുണ്ട് ചിക്കൻ അവിടെ അടിപൊളിക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിലെ മസാല എന്തൊക്കെ ആഡ് ചെയ്യണം. വ്ളോഗ് എടുക്കൽ കൊല്ലം കൂടി ആയി നമുക്ക് തീരെ ടൈം കിട്ടൂല കേട്ടോ, കൈ ഒഴിവ് കിട്ടൂല. അപ്പോൾ മൊബൈലിൽ ചാർജ് കുത്തിവെച്ചിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാം. അത് മാത്രമല്ല ഇന്ന് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം, ചോറ് കഴിച്ചാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങള് കറി ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ചോറ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ചോറ് ഇവിടെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറീന്റെ മുണക്കുണ്ടല്ലോ ചോദ്യം. മറ്റേ ബിരിയാണി അടിപൊളി പോണം. ബിരിയാണി കറിയില്ലേ വെറുതെ പോണം, അടിപൊളി. ഇത് നന്ദു ഞാനും കൂടി ഉണ്ടാക്കിയ കറി. നന്ദു ഞാനും കൂടി ഇന്ന് കുക്കിംഗ് ആണോ. കുക്കിംഗ് കഴിഞ്ഞ് കറി കുറച്ചുകൂടി ആവാണ്ടോ. ഇതുണ്ടോ കറി കുറച്ചുകൂടി ആവാണ്ട്. കറി അത്രയ്ക്ക് ആയിട്ടില്ല, എന്നാലും കുറച്ച് ആയിണ്ട്. പിന്നെ മുണക്കുണ്ടല്ലോ, വജ്ജാതി മുണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഈ കറി ഇങ്ങനെ ആവുന്നു. എന്തോ ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പാടാണ്. ഇതിലെന്തോ എല്ലാരും പറയുന്നുണ്ട് മൊബൈലിൽ മാത്രം കളിച്ചിരിക്കുക വീട്ടിലൊന്നും പണിയും ചെയ്യുന്നില്ല എന്ന് എല്ലാരും പറയുന്നുണ്ട്. മൊബൈൽ മാത്രം കളിച്ചിരിക്കാതെ വീട്ടില് ആരും പണിയൊന്നും എടുക്കില്ല എല്ലാരും പറയുന്നുണ്ട്. പണി എടുക്കാൻ തുടങ്ങിയാണല്ലോ തീർത്ത് ഒടുക്കാൻ വേണ്ടിയതാ എല്ലാരും പറയാം. നമ്മള് മൊബൈല് കളിച്ചിരിക്കാണ്. നമ്മള് വെറുതെ റൂമിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കാണ്, മുട്ടയ്ക്ക് അടങ്ങിയിരിക്കാതൊക്കെ. No guys, I'm not a ചിക്കൻ കറി വെച്ചതായി റെഡി ആയിന്ന്. അവിടെ നന്ദു രണ്ടത് കൊടുത്തു നോക്കണോ. നല്ല ബിരിയാണിന്റെ ആണോ നെയ്ച്ചോറിന്റെ ആണോ, അടിപൊളിയായിക്കണേ. നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ഞാൻ റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മരി കൊണ്ട് റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും മരി കൊണ്ടുള്ള റൊട്ടിയും ചിക്കനും കൂടി കൂട്ടി കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് അറിയാം. ഞാൻ വിചാരിച്ചിട്ടും കൂടി ഇല്ല. ഞാൻ ഉണ്ടാക്കിയ കറിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ എന്താ പറയാ, ഞാൻ അടുക്കളയിൽ കയറിയിട്ട് എത്ര കാലം കഴിഞ്ഞാൽ അടുക്കള കയറാറുണ്ട്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എത്ര കാലം കഴിഞ്ഞാൽ അറിയാം. ആദ്യമായിട്ട് ഞാൻ ചിക്കൻ കറി ഇത്ര അടിപൊളിയാക്കി ഉണ്ടാക്കണം. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണം.
അത് ഇത്ര അടിപൊളിയാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടും കൂടിയില്ല കേട്ടോ. അടിപൊളി അതിൻ്റെ ഇതൊക്കെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അടിപൊളി ചിക്കൻ കറി അടിപൊളി ആയിക്കണം. പിന്നെ ഞാൻ റൊട്ടി ഉണ്ടാക്കിയാണ്. ഈ ഭാഗം കുറച്ച് കരിഞ്ഞു വയ്ക്കണം കേട്ടോ. ഈ ഭാഗം കുറച്ച് കരിഞ്ഞു പോയി. ഈ ഭാഗം അധികം കരിഞ്ഞില്ല. ഈ ഭാഗം മൊത്തമായിട്ട് കരിഞ്ഞു വയ്ക്കണ്. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പീസിനെ പൊളിച്ചിട്ടുണ്ടല്ലോ, ഇത് തിന്നാൻ എന്ത് ടേസ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഫുള്ള് വെള്ള കളറ്. ഇതിൻ്റെ തിന്നാൻ എന്ത് ടേസ്റ്റ് വരുമോ. ഇത് മൈദയല്ലല്ലോ, ഇത് അരിൻ്റെ എന്തോ ഇതാണ്. മൈദയാണ് അരിപ്പൊടിയാണോ എന്താ അറിയില്ല. ഇട്ടപ്പോൾ അധികം എന്താ പറയുക, മറ്റേ മൈദ നല്ല ഉണ്ടയായി കിട്ടൂല. അതേപോലെ ഉണ്ടായിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ തന്നെ കിട്ടിക്കണേ. ഞാൻ അതെടുത്ത് കനലിട്ടിട്ടുണ്ട് കേട്ടോ. കനലിട്ടെടുത്തപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി തിന്നപ്പോൾ ടേസ്റ്റ് ഒജ്ജതി ടേസ്റ്റ് പറയാൻ പറ്റുമോ. അജ്ജതി ടേസ്റ്റ്. പിന്നെ 2-3 കാര്യങ്ങൾ പിന്നെയും നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോഴിക്കോട് പോകുന്നു, മെഡിക്കൽ കോളേജ് പോകുന്നു പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞില്ലേ കോഴിക്കോട്. അത് ക്യാൻസൽ ആയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല, എത്ര ദിവസം നിൽക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. എനിക്ക് വ്ളോഗ് ഡെയിലി എടുത്തുകൊണ്ട് നിൽക്കണം. പിന്നെ അത് മാത്രമല്ല എത്ര ദിവസം നിൽക്കുന്നോ അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാളെ പോകാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. എത്ര ദിവസം നിൽക്കണ്ടേന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വിളിച്ച് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഞാൻ എന്നാൽ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ കോഴിക്കോട് വരെ വന്നിട്ട് ഹോസ്പിറ്റലിൽ വരെ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ സമ്മതിക്കണില്ല, ഓട്ടി കോഴിക്കോടാന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ അവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. ഹാർഡ് വർക്ക് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്തായിട്ട് ഹാർഡ് വർക്ക് ഞാൻ രാവിലെ കടക്കണ മാത്രമല്ലേ കണ്ടുള്ളൂ. മൊബൈലിൽ എത്രങ്ങാനും എഡിറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടല്ലോ. മൊബൈൽ എൻ്റെ കയ്യിൽ തന്നെ. മൊബൈൽ ഹീറ്റായിട്ട് കാണും. ഞാൻ നിലത്ത് വെച്ച് വെള്ളം വരെ ബാക്ക് ഭാഗത്ത് തുടച്ച്, എൻ്റെ ഐഫോണിൻ്റെ ബാക്ക് ഭാഗത്തുണ്ടല്ലോ വെള്ളം കൊണ്ട് വരെ ഞാൻ തുടച്ച്. ചൂട് പോകാനുള്ള രീതിയിൽ ഉണ്ടല്ലോ ഞാൻ വെള്ളം കൊണ്ട് ബാക്ക് ഭാഗം തുടച്ചു. അത്രയും ചൂട് ഹീറ്റായി എഡിറ്റ് ചെയ്തുകൊണ്ട് മൊബൈൽ ഹീറ്റായി. മൊബൈൽ നിലത്ത് വെച്ച് അവിടെ വെച്ച് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി, ഇംഗ്ലീഷ് പഠിക്കണം നോക്കി, പിയാനോ പഠിക്കണം നോക്കി. പിന്നെ അത് മാത്രമല്ല എൻ്റെ വ്ളോഗിനെ പറ്റിയും കുറേ കാര്യങ്ങൾ നോക്കി. ഞാൻ കുറേ റിസേർച്ച് ചെയ്ത് കുറേ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ നോക്കി. അങ്ങനെ വൈകുന്നേരമായി, സമയം കിട്ടി. ഹാർഡ് വർക്ക് ഇന്ന് ചെയ്താണ് ഹാർഡ് വർക്ക്. അതേപോലെ അതിൻ്റെ 2 ഇരട്ടി ഞാൻ നാളെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു അറിയാം. ഞാൻ മാത്രമല്ല നേരത്തെ ഞാനത് വെറുതെ കരഞ്ഞിരുന്നു. വെറുതെ അറിഞ്ഞല്ല, ഞാൻ രാവിലെ മുതൽ വിധത്തിലായിട്ടും ഫുള്ള് വ്ളോഗിനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് ഇവരാരും അത് അറിയണില്ല ഞാൻ ഇങ്ങനെ ചെയ്യണേ. എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഇവരാരും അറിയണില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യേണ്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്ളോഗിനെ പറ്റി ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറഞ്ഞു. ഇവരാരും കേൾക്കണില്ല. ഞാൻ പറഞ്ഞു ഒരു ദിവസം നമ്മൾ സക്സസ് ആവും. എനിക്ക് ഒറ്റയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ കറി ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗ് ക്ലോസ് ചെയ്യാം കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് ക്ലോസ് ചെയ്യാം. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്ദു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഫുഡ് എല്ലാവരും വെച്ചാൽ അമ്മയും ഇങ്ങനെയൊക്കെ കാവുന്ന് കഴിച്ചിട്ട് വന്ന്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിച്ചില്ല, അവർ നേരത്തെ കടന്നു തുടങ്ങി. അതുകൊണ്ടല്ല നമ്മൾ കറിയും ചോറൊക്കെ വെച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ പറയാനായിട്ടില്ല, ഫാൻ ഇട്ടിട്ട് അടക്കണേ, അതുകൂടി ഞാൻ കാണിച്ചാൽ എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫാന് വെച്ചിട്ടുണ്ട് അവിടെ, നേരെ പോയി കാറ്റുമല്ല മേലോട്ടോട്ട് പോണ്. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം.